ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വൈഫൈ കട്ടായിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് കറണ്ട് കട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ലൈൻ മാത്രം പോയിരിക്കുന്നുണ്ടാണേ. അപ്പോൾ പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് നേരം ലൈവ് കണ്ടു. അതിൽ നമ്മൾ ആൾമാറാട്ടം ടാസ്ക്കാണ്. നിങ്ങൾ കണ്ടായിരുന്നോ? ആരായിരുന്നു ഏറ്റവും നല്ലത്? ഞാൻ ജിൻഡോയുടെ ഫാനാണ്. എന്നാലും ഇന്നലത്തെ ടാസ്കിൽ അർജുനായിരുന്നു. അർജുൻ നല്ല പൊളിച്ചു എന്ന് തന്നെ പറയാം. നോറയായിട്ട് നമ്മുടെ സീസൺ 4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആൾമാറാട്ടം ടാസ്കിലെ ഏറ്റവും മനോഹരമായി കളിച്ചത് റിയാസ് സലീമാണ്. എല്ലാവർക്കും അറിയണ്ട, റിയാസ് സലീം നമ്മുടെ ലക്ഷ്മിപ്രിയ അനുകരിച്ചത് എൻ്റെ പൊന്നോ, യൂട്യൂബിൽ അടിച്ച് നോക്കി ഇപ്പോഴും അറിയാം. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ചിരിച്ച് ചിരിച്ച് തലകുത്തും. ആ ഒരു എപ്പിസോഡിൽ ഹേറ്റേഴ്സിനെ പോലും എന്താ പറയുക, ഹേറ്റേഴ്സ് എല്ലാം ഫാൻസാക്കി എടുത്ത ഒറ്റ എപ്പിസോഡ് കൊണ്ടാണ് റിയാസ് സലീം. അത് ആ ഒരു എപ്പിസോഡ് കൊണ്ടാണ്. അതും പിന്നെ വേറൊരു ഫൺ ടാസ്ക്, ഒരു ലക്ഷ്മിപ്രിയ ആയിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ്. അത് രണ്ടുമാണ് റിയാസ് സലീമിന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊടുത്ത എപ്പിസോഡ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആൾമാറാട്ട ടാസ്കിൽ നമ്മുടെ ജിൻഡോയേക്കാളും മികച്ച പ്രകടനമാണ് നമ്മൾ അർജുൻ കാഴ്ചവെച്ചത്. വളരെ മനോഹരമായിരുന്നു. എൻ്റെ ദൈവമേ, ആ ക്യാമറയ്ക്ക് മുന്നേ വന്ന് കരയുന്നത്, കൺസെഷൻ റൂമിൽ പോയിരുന്ന് കരയുന്നത് ഒരു രക്ഷയില്ല. ബിഗ് ബോസ് തന്നെ ചിരിച്ച് തലകുത്തിയിട്ടുണ്ടാവും. ആ ഒരു നടത്തവും എല്ലാവരും കൂടെ വഴക്കുറയുന്നത്, ഈ ഓട്ടിപ്പോയി കരയുന്നത്, ഇങ്ങനെ കാലിങ്ങനെ വെച്ച് കുത്തിയിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. അർജുൻ പൊളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, തീമുർത്തു. അങ്ങനെ അർജുൻ പൊളിച്ചടുക്കി. നമ്മുടെ ജിൻഡോയും മോശം പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റില്ല, അപ്പോൾ തകർക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ ഫസ്റ്റ് പാവമുണ്ട് കേട്ടോ, ഇച്ചിരി വെയിറ്റുള്ള ആളല്ലേ, ഒരു ഡ്രസ്സും മാച്ച് ആയില്ല എന്നുള്ളതാണ്. അയ്യോ, അവസാനം പെട്ടെന്നൊക്കെ ഒപ്പിച്ച് ഒരു കഫ്താൻ മോഡലൊരു ടോപ്പ് കിട്ടി. അതൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്തെല്ലാം ആൾ ഓക്കെ ആയി. പക്ഷേ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി വെച്ച് ഇങ്ങനെ ആട്ടുന്നുണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട്. ജാസ്മിൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബോയ്സൊക്കെ ഇങ്ങനെ കാലാട്ടുന്ന പോലെയൊന്നുമല്ല, അതിങ്ങനെ തെറിക്കുക വെച്ച് ഊഞ്ഞാലാടുന്ന പോലെ ടടക്കുന്നായിരുന്നു. അതെന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ജിൻഡോയായിട്ട് അഭിനയിച്ച നമ്മുടെ ഋഷി നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ജിൻഡോയുടെ കുറേ ഭാവങ്ങളൊക്കെ ഒപ്പിയെടുത്ത് പെട്ടെന്നുള്ള ആ ഒരു ഷോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ജിൻഡോയെ നല്ല പെർഫോമൻസ് മോശം എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ ഈ ടാസ്കിൽ ജിൻഡോയെക്കാളും ബെസ്റ്റായിരുന്നത് നമ്മുടെ അർജുനായിരുന്നു. അർജുന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നോറയെ ഇത്രയും ബിഗ് ബോസിന് അറിയാമായിരുന്നോ ഇത്രയും പെർഫെക്റ്റായിട്ട് അർജുന് ചെയ്യാൻ കഴിയുമെന്ന് അറിയാമായിരുന്നോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ഭയങ്കര പൊളിയായിട്ട് നമ്മുടെ അർജുൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാസ്കിൽ ഉർവശി വരുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രൊമോ അല്ല, ഇന്നത്തെ വന്നു ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് ഉർവശി വരുന്നത്. ഉർവശി നമ്മുടെ ജിൻഡോ വാനോളം പുകഴ്ത്തുന്നുണ്ട്. പിന്നെ ഉർവശി ജാസ്മിൻ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറയ്ക്കണമെന്നും നാച്ചുറൽ കാണിക്കണമെന്നും പറയുന്നുണ്ട്. അതൊരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ജിത്തു ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ ആക്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു നല്ല എപ്പിസോഡുണ്ട്. അതിൽ അച്ഛനും മോളുമായിട്ട് ജിൻഡോയും ജാസ്മിനും തകർക്കുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് സിനിമയിൽ ചാൻസ് കിട്ടിയതെന്നും പറയാൻ പറ്റില്ല, അവർ എത്രത്തോളം മാർക്ക് ഇട്ടിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ജാസ്മിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ജാസ്മിൻ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ജാസ്മിൻ്റെ ടീം PR വർക്ക് എന്ന് പറയുന്ന അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് സീസൺ 4 നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ചെയ്തതുപോലെ റോബിൻ രാധാകൃഷ്ണൻ അല്ലായിരുന്നു പ്രശ്നം, ഫാൻസായിരുന്നു പ്രശ്നം. ഇപ്പോൾ നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ ഔട്ട് സീക്രട്ട് റൂമിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുറത്തെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് അഡ്വക്കേറ്റ്സൊക്കെ ഞങ്ങൾ കേസ് കൊടുക്കും, ഏഷ്യാനെറ്റിന് കേസ് കൊടുക്കും, അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ കാണില്ല. ഒത്തിരി പേര്, ഒരു 10,000 അല്ല ആൾക്കാർ പറഞ്ഞു, നമുക്ക് ലെറ്റർ എഴുതിയിട്ട് കേസ് കൊടുക്കാം, പുറത്താക്കാതിരിക്കാൻ, ഏഷ്യാനെറ്റിനെതിരെ അവർ റേറ്റിംഗ് കുറയ്ക്കാൻ നോക്കൂ. ഇതിലെന്തെങ്കിലും സംഭവിച്ചു? ഒരിക്കലുമില്ല. അവർ പുറത്താക്കി തന്നെ ചെയ്തു. കാരണം ഏഷ്യാനെറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അത് അവർ എൻ്റെ ഷൈൻ മീഡിയ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അവരത്രയും മണി ഇറക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും അത് എന്താ പറയുക, അവരതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഒരു കംപ്ലയിൻ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാതിരിക്കുമോ അത്രയും കോടികൾ മുടക്കുമ്പം. അപ്പോൾ അവർക്കൊരു കിടിലൻ ഫിറോസ് ഒരു ഇതിൽ പറയുന്നുണ്ട്, അവർക്ക് എഴുതിയ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും ഷോ സ്ക്രിപ്റ്റഡ് ആണ്. അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം, പ്രേക്ഷകരിൽ എങ്ങനെ ഇഷ്ടം ഒരാളെ ഇതാക്കണമെന്ന്. ജാസ്മിനെ പുറത്ത് പെർഫോം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജാസ്മിൻ അത് നെഗറ്റീവായിപ്പോയി. ജിൻഡോനെ നെഗറ്റീവായിട്ട് ചെയ്യാൻ പുറത്ത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായി. അതാണ് ഒരു ഷോയുടെ വിജയം എന്നതിലുപരി ഒരു ഒരു കണ്ടസ്റ്റൻസിൻ്റെ വിജയം അവിടെയാണ്. ജാസ്മിന് അത്രയും പോസിറ്റീവായി അവർ കുറേ നെഗറ്റീവ് ഇട്ട് പോസിറ്റീവായി പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പക്ഷേ അവരുടെ ലവ് ട്രാക്ക് പുറത്ത് കൊണ്ടുവന്നു. ലവ് ട്രാക്ക് പോലെ മേ ബി നമ്മുടെ ശ്രീനിഷ്
വേളി ലവ് ട്രാക്ക് പോലെ കൊണ്ടുവന്നു. പക്ഷെ പുറത്ത് അവൾ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ടും മുസ്ലിം പേഴ്സൺ ആയതുകൊണ്ടൊക്കെ നെഗറ്റീവായി. ജിൻഡോയുടെ നെഗറ്റീവ് പുറത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ്. അത് രണ്ടുമാണ് ജിൻഡോയും ജാസ്മിനും വ്യത്യാസം. പക്ഷേ ജാസ്മിൻ്റെ വായിൽ നിന്ന് ചില വാക്കുകൾ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അതൊഴിച്ച് പിന്നെ നമ്മുടെ ഒരു ടാസ്ക് വരുമ്പോൾ ഫ്രണ്ട്ലി ആവുന്നതും അതൊക്കെ അവർ നല്ലതാണ്. ശരിക്കും അത്യാവശ്യം നല്ല ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. പക്ഷേ സംസാരം നാക്ക് കുറച്ച് നിയന്ത്രിച്ചാൽ, നമ്മൾ പറയാറില്ലേ എവിടെയും ഏത് സ്ഥലത്തും നാക്ക് കടിച്ച് ജീവിക്കണമെന്നാണ് പഴമക്കാർ പറയാറല്ലേ. അതുപോലെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്ത് തന്നെയായാലും നമുക്ക് ജിൻഡോയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്തായിരുന്നോ? വോട്ട് ചെയ്യാൻ മറക്കല്ലേ. പെർഫോമൻസിന് ജിൻഡോ പൊളിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ പൊളിച്ചിട്ടുണ്ട്. അർജുൻ കുറച്ചുകൂടെ ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി യൂട്യൂബൊക്കെ തകർക്കാൻ പോണത് അർജുനായിരിക്കും നമ്മുടെ ജിൻഡോയെക്കാളും. എന്ത് തന്നെയായാലും ജിൻഡോയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ആ ഒരു സിനിമ ടാസ്കിൽ നമ്മുടെ ഓൾറെഡി വിന്നായി വരട്ടെ. ഓൾറെഡി നമ്മുടെ എന്താണ് ജോജു ജോർജ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അടുത്ത സിനിമയിൽ നമ്മുടെ ജിൻഡോയ്ക്ക് ചാൻസ് കൊടുക്കാമെന്ന്. എന്ത് തന്നെയായാലും വിജയിച്ച് വരട്ടെ, നല്ല ഒന്നാമനായി വരട്ടെ, ജനഹൃദയങ്ങളിൽ ഒന്നാമനായി ജിൻഡോ ജയിച്ച് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം കുറച്ചേ ആയിട്ടുള്ളൂ. എനിക്കിനി ഒരു 1000 വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.